നമസ്കാരം. ഭാരതത്തിൻ്റെ പ്രതിരോധ നിർമ്മാണ രംഗത്ത് ചരിത്രപരമായ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളായ സുഖോയ് 30 MKI, MiG-29 എന്നിവയിലെ റഷ്യൻ ഏവിയോണിക്സ് റഡാറുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, ആയുധങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കി തദ്ദേശീയ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനായി ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച അതിസുപ്രധാനമായ പദ്ധതിയാണ് സങ്കൽപ് 2026. സാങ്കേതിക പരമാധികാരം ഉറപ്പാക്കുന്നതിനും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറയ്ക്കുന്നതിനുമുള്ള ഇന്ത്യൻ പ്രതിരോധ നയത്തിലെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ചുവടുവയ്പ്പാണ് ഈ പദ്ധതി. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള ഉപരോധ ഭീഷണികളും പ്രതിരോധ വിതരണ ശൃംഖലയിലുണ്ടായ സങ്കീർണമായ തടസ്സങ്ങളും മുൻനിർത്തിയാണ് ഇന്ത്യ ഇത്തരമൊരു സമഗ്ര കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായ ഈ യുദ്ധവിമാനങ്ങളുടെ സേവന കാലാവധി 2050 വരെ നീട്ടാനും ഈ നവീകരണം ഏറെ സഹായിക്കും. സങ്കൽപ് 2026 പദ്ധതിയുടെ ഭാഗമായി 270 സുഖോയ് ഫൈറ്ററുകളും 70 MiG-29 വിമാനങ്ങളുമാണ് പ്രാഥമികമായി നവീകരിക്കുന്നത്. നാവികസേനയുടെ കൈവശമുള്ള 40 MiG-29K വിമാനങ്ങളും ഈ പരിഷ്കരണത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. റഷ്യൻ നിർമ്മിത ഓൺബോർഡ് ഇലക്ട്രോണിക്സ്, റഡാർ സ്റ്റേഷനുകൾ, നാവിഗേഷൻ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ എന്നിവയ്ക്ക് പകരമായി പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച തദ്ദേശീയ സംവിധാനങ്ങൾ ഘടിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വിമാനങ്ങളിൽ റഷ്യൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഇന്ത്യയുടെ സ്വന്തം ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ അസ്ത്ര പൂർണ്ണമായും സംയോജിപ്പിക്കുന്നത് ഈ പദ്ധതിക്ക് കൂടുതൽ കരുത്ത് പകരുന്നുണ്ട്. ഇത് വിദേശ ആയുധ ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കാൻ വ്യോമസേനയെ സഹായിക്കും. ഈ വർഷാവസാനത്തോടെ 84 സുഖോയ് വിമാനങ്ങളിൽ പുതിയ SA-TSA റഡാറുകൾ, നവീകരിച്ച ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, നാവിഗേഷൻ ടൂളുകൾ എന്നിവ ഉൾപ്പെടുത്തുന്ന സൂപ്പർ സുഖോയ് പദ്ധതി ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്നുണ്ട്. ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾക്കും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ആയുധങ്ങൾക്കും ഒരേപോലെ അനുയോജ്യമായ രീതിയിലാണ് ഈ വിമാനങ്ങൾ മാറ്റിയെടുക്കുന്നത്. 2025 ഭാഗിക നവീകരണ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി റഷ്യൻ സാങ്കേതിക വിദ്യകളോടുള്ള പൂർണ്ണമായ വിടപറച്ചിലാണ് സങ്കൽപ് 2026 അടയാളപ്പെടുത്തുന്നത്. കൂടാതെ സ്വദേശി നിർമ്മിത ലഘു യുദ്ധവിമാനമായ തേജസിൻ്റെ ഏവിയോണിക്സുകളും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും പൂർണ്ണമായി തദ്ദേശീയമാക്കുന്നതിനും ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തം AESA റഡാർ തേജസ്സിൽ ഘടിപ്പിക്കുന്നതിലൂടെ വിമാനത്തിൻ്റെ പ്രഹരശേഷി വർദ്ധിക്കുകയും ഇറക്കുമതി ചെയ്യപ്പെട്ട സിസ്റ്റങ്ങളെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറയുകയും ചെയ്യും. പ്രതിരോധ നിർമ്മാണ രംഗം വേഗത്തിലാക്കാൻ വ്യോമസേന പ്ലാന്റ് ഇൻ പ്ലാന്റ് ആശയം നടപ്പിലാക്കുന്നുണ്ട്. സുരക്ഷിതമായ റിപ്പയർ ഡിപ്പോകളിൽ സ്വകാര്യ വ്യവസായ പങ്കാളികൾക്ക് നേരിട്ട് പ്രവർത്തിക്കാനുള്ള സൗകര്യം ഇതിലൂടെ ഒരുക്കുന്നു. IIT-കളും DRDOയും ചേർന്ന് നടപ്പിലാക്കുന്ന 300ഓളം പദ്ധതികൾ വഴി പ്രതിരോധ സ്പെയർ പാർട്സുകളുടെ ലഭ്യത ഉറപ്പാക്കാനും സങ്കൽപ് 2026 ലക്ഷ്യമിടുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം സൃഷ്ടിച്ച വിതരണ പ്രതിസന്ധികൾക്ക് ശക്തമായ ഒരു മറുപടിയാണ് ഈ പദ്ധതി. റഷ്യൻ സാങ്കേതിക വിദ്യകളെ മാത്രം ആശ്രയിക്കുന്ന രീതി ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാനും ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കാനും ഈ പദ്ധതി ഇന്ത്യയെ സഹായിക്കും. ഫ്രണ്ട് ലൈൻ യുദ്ധവിമാനങ്ങളിൽ നിന്ന് റഷ്യൻ ഏവിയോണിക്സും ആയുധങ്ങളും ഒഴിവാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ പരമാധികാരവും പ്രതിരോധ സുരക്ഷയും ദീർഘകാലത്തേക്ക് സുരക്ഷിതമാക്കാൻ ഈ സുപ്രധാനമായ ചുവടുവയ്പ്പ് വലിയ രീതിയിൽ കാരണമാകും. ഇന്ത്യയുടെ പ്രതിരോധ നയത്തിലും വ്യോമസേനയുടെ നവീകരണ ചരിത്രത്തിലും സങ്കൽപ് 2026 എന്നത് വലിയൊരു വഴിത്തിരിവായി മാറുന്ന പദ്ധതിയായിരിക്കും. രാജ്യത്തിൻ്റെ സാങ്കേതിക പരമാധികാരം ഉറപ്പാക്കുന്നതോടൊപ്പം ദക്ഷിണേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെയും സുപ്രധാനമായി സ്വാധീനിക്കുന്ന ഒന്നാണിത്. റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളായ സുഖോയ് 30 MKI, MiG-29 എന്നിവയിൽ നിന്ന് റഷ്യൻ ഏവിയോണിക്സ് റഡാറുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, ആയുധങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കി പൂർണ്ണമായും തദ്ദേശീയമായ സംവിധാനങ്ങൾ സ്ഥാപിക്കാനുള്ള ഈ നീക്കം ഇന്ത്യയുടെ പരമ്പരാഗത എതിരാളികളായ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും പ്രതിരോധ കണക്കുകൂട്ടലുകളെ ആകെ തകിടം മറിക്കുന്നതാണ്. വിദേശ വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സ്വന്തം കാലിൽ നിൽക്കാനുമുള്ള ഇന്ത്യയുടെ ഈ ചുവടുവയ്പ്പ് ഇരു രാജ്യങ്ങളുടെയും സൈനിക മുന്നൊരുക്കങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിക്കൊടുക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായ സുഖോയ് ഫൈറ്ററുകളും MiG വിമാനങ്ങളും കൂടുതൽ ശക്തവും ആധുനികവുമായ തദ്ദേശീയ സാങ്കേതിക വിദ്യകളിലേക്ക് മാറുന്നത് വലിയൊരു തിരിച്ചടിയാണ്.
പാകിസ്ഥാൻ വ്യോമസേന തങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി നടത്തുന്ന ശ്രമങ്ങൾക്ക് മുന്നിൽ ശക്തമായ ഒരു പ്രതിരോധ കവചം തീർക്കാൻ സങ്കൽപ് 2026 പദ്ധതിയിലൂടെ ഇന്ത്യക്ക് സാധിക്കും. വിമാനങ്ങളിൽ റഷ്യൻ ആയുധങ്ങൾക്ക് പകരമായി ഇന്ത്യയുടെ സ്വന്തം അസ്ത്ര മിസൈലുകൾ പൂർണ്ണമായി സംയോജിപ്പിക്കുന്നതോടെ വ്യോമാക്രമണങ്ങളിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധങ്ങളോ വിതരണ തടസ്സങ്ങളോ ഉണ്ടായാൽ പോലും റഷ്യയെ ആശ്രയിക്കാതെ സ്വന്തം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് യുദ്ധവിമാനങ്ങൾ നിലനിർത്താനും നവീകരിക്കാനും ഇന്ത്യക്ക് കഴിയുമെന്നത് പാകിസ്ഥാൻ്റെ സൈനിക തന്ത്രങ്ങളുടെ താളം തെറ്റിക്കും. ചൈനയുടെ കാര്യമെടുത്താൽ ബോർഡർ മേഖലകളിൽ, പ്രത്യേകിച്ച് ടിബറ്റ്, ആക്സൈ ചിൻ തുടങ്ങിയ അതിർത്തികളിൽ ചൈനീസ് വ്യോമസേന ഉയർത്തുന്ന ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സങ്കൽപ് 2026 ഇന്ത്യയെ കൂടുതൽ പ്രാപ്തമാക്കും. ചൈനീസ് നിർമ്മിത അത്യാധുനിക റഡാറുകളെയും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളെയും നേരിടാൻ പാകത്തിൽ സുഖോയ് വിമാനങ്ങളിൽ പുതിയ AESA റഡാറുകളും നൂതനമായ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളും ഘടിപ്പിക്കുന്നത് ചൈനയുടെ വ്യോമ മേധാവിത്വം എന്ന വ്യാമോഹത്തിന് കനത്ത പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. കൂടാതെ തദ്ദേശീയമായി നിർമ്മിച്ച ഉത്തം AESA റഡാറുകൾ തേജസ് ഫൈറ്ററുകളിലും മറ്റ് വിമാനങ്ങളിലും ഉൾപ്പെടുത്തുന്നതിലൂടെ ചൈനീസ് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് അതീവ രഹസ്യമായി ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. റഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രതിരോധ സാങ്കേതികവിദ്യകളെ മാത്രം ആശ്രയിക്കുന്നതിൽ നിന്നുണ്ടായ അപകടങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ ഈ തന്ത്രപരമായ മാറ്റം വരുത്തിയിരിക്കുന്നത്. സങ്കൽപ് 2026 പദ്ധതിയിലൂടെ ഇന്ത്യ സ്വന്തം പ്രതിരോധ വ്യവസായത്തെയും സ്വകാര്യ പങ്കാളികളെയും വഴി IIT-കളെയും DRDOയും ഒരുപോലെ അണിനിരത്തി സ്പെയർ പാർട്സുകളുടെ ഉൽപ്പാദനം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനോ ചൈനയോ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഏതൊരു സംഘർഷാവസ്ഥയിലും ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളുടെ ഓപ്പറേഷണൽ റീഡിനെസ് തെല്ലും കുറയാതെ സംരക്ഷിക്കും. ചുരുക്കത്തിൽ റഷ്യൻ സാങ്കേതിക വിദ്യകളിൽ നിന്ന് സ്വതന്ത്രമായി സ്വന്തം കളിയിൽ നിൽക്കുന്ന ഒരു വ്യോമസേനയായി ഇന്ത്യ മാറുന്നത് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും സംയുക്ത സൈനിക തന്ത്രങ്ങളെയും അതിർത്തിയിലെ കടന്നുകയറ്റ ശ്രമങ്ങളെയും ഫലപ്രദമായി പ്രതിരോധിക്കാൻ രാജ്യത്തെ സജ്ജമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.